ഇന്ന് തൊഴിലാളി ദിനമാണ്. ഈ തൊഴിലാളി ദിനത്തിൽ ഒരു തൊഴിലാളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അത് തന്നെയാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. KSRTC ഡ്രൈവർ LH യദു തത്സമയം ചേരുകയാണ് റിപ്പോർട്ടറിനൊപ്പം. ഗുഡ് ഈവനിങ് യദു, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഗുഡ് ഈവനിങ്. ഭയങ്കര പരിതാപകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം. ഇപ്പോൾ കേരളം മുഴുവൻ ചോദിക്കുകയാണ് യദു ഓടിച്ചു കൊണ്ടുവന്ന ബസ്സിലെ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന്. തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ സ്ക്രീനിൽ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. മെമ്മറി കാർഡ് അതിലുണ്ടായിരുന്നു, റെക്കോർഡിംഗ് ആയിരുന്നോ? അത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെന്ന് അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ റെക്കോർഡിംഗ് ആയിരുന്നു. ദൃശ്യങ്ങൾ തൃശ്ശൂർ മുതൽ അന്നത്തെ പാളയം ട്രിപ്പിൽ വരെ റെക്കോർഡിംഗ് വരുന്ന ആയിരുന്നു. വരെ റെക്കോർഡിംഗ് ആയിരുന്നു. അതിനുശേഷമുള്ള പാളയം വരെ വരുന്ന വരെ റെക്കോർഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കറിയത്തില്ല. വണ്ടി പിന്നെ ഞാൻ കാണുന്നത് തലേദിവസം 10 മണിക്ക് 10:30ക്കാണ് കാണുന്നത്. പക്ഷെ വണ്ടിയെ കാണുന്നേ ഉള്ളൂ. സ്ക്രീന് നോക്കിയപ്പോൾ അപ്പോഴും റെക്കോർഡിംഗ് ആണ് സ്ക്രീനിന്. ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല. അപ്പോൾ വണ്ടിക്കകത്ത് റെക്കോർഡിംഗ് ഉണ്ട്. എന്തായാലും റെക്കോർഡിംഗ് ഇല്ലാതെയൊന്നുമില്ല. ഈ CCTV ക്യാമറകൾ സ്ഥാപിച്ച മറ്റ് ഫാസ്റ്റ് പാസഞ്ചറുകളിലായാലും അവിടെ ഇട്ടിരിക്കുന്ന മറ്റ് ബസ്സുകളിലൊക്കെ മെമ്മറി കാർഡ് ഉണ്ട്. ഇതിൽ മാത്രം ഇതെങ്ങനെ അപ്രത്യക്ഷമായതായിരിക്കും? യദു എന്താണ് കരുതുന്നത്? ഇത് എനിക്ക് തോന്നുന്നു ചാത്തൻ സേവ കാണുമായിരിക്കും. അല്ലാതെ പിന്നെ ഉണ്ടായിരുന്ന വണ്ടിയിൽ ഇല്ല എന്ന് പറയുന്നത് സഹായിക്കാനുള്ള ഇതൊക്കെ ശ്രമമാണെന്നാണോ ജനങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവും. ഇതൊക്കെ ഇവിടെ പ്രേക്ഷകർ ആണാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്? പിന്നല്ലാതെ വ്യക്തമല്ലേ? യദുവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? വ്യക്തമാണ്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ വീണ്ടും DGPക്ക് സൈബർ ആക്രമണത്തിലും പരാതി കൊടുത്തിരിക്കുകയാണ്. അക്കാര്യങ്ങളിലൊക്കെ ഒരു വേഗം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് യദുവിന്റെ പരാതി ഒന്ന് തൊടാതെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നോ പോലീസ് സ്റ്റേഷനിൽ? ഇല്ല, എൻ്റെ അടുത്ത് ഞാൻ അവിടെ പോയപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞത്. DGPയുടെ ഓഫീസിൽ പോയി അവിടെ പോയി DGPയുടെ അല്ല, കളക്ടറിൻ്റെ നമ്മളെ കമ്മീഷണർ ഓഫീസിൽ പോയപ്പോഴും അവർ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പണ്ട് അശ്ലീലം കാണിച്ച ഇതിൽ കേസില്ലേ, ആ കേസില്ല ഈ കേസില്ല, ഞാൻ ഒരു പരാതി കൊടുക്കാൻ പോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നോ അന്വേഷണത്തിൽ തീരുമാനം പറയാമെന്നൊന്നുമില്ല, റെസിപ്റ്റ് കൊടുത്ത് വിട്ടേരെ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിനെക്കുറിച്ചൊരു മറുപടി പറയുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇക്കാര്യത്തിൽ ഒരു സൈഡ് പിടിക്കലുണ്ടല്ലേ? അതും പ്രകടമായി. പിന്നല്ല, അത് സൈഡ് പിടിക്കൽ നല്ലോണം ഉണ്ട്. എനിക്കാണ് സൈഡ് ഇല്ലാത്ത, അവർക്കെല്ലാം സൈഡുണ്ട്. ഇപ്പോഴൊരു പ്രമേയം പാസ്സാക്കിയതൊക്കെ അറിഞ്ഞോ കഴിഞ്ഞ ദിവസം നഗരസഭ? ആണേ? ഞാൻ ഒന്നും അറിയുന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് സമയമില്ല, അതാണ് കാര്യം. ഇപ്പോൾ ശ്രദ്ധിക്കാനോ സ്വീകരണമൊക്കെ കണ്ടു സംസാരിക്കാനോ ആളുകൾ. അതായത് വീട്ടിലെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സിലായതോ? ഞാൻ നേരത്തെ ആമുഖമായി ഇവിടെ പറയുകയായിരുന്നു, ഒരു ദിവസം 715 രൂപ കൂലിയുള്ള ഒരാളോട് ഈ പോരാട്ടം എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്രയും വാശി കാണിക്കുന്നത്? അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് യദു? ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. യദു പറയുന്നത് മേയർ പറയുന്നത് അത് മാത്രമാണ് നമ്മുടെ മുന്നിൽ. എല്ലാവർക്കും അത് തന്നെ സാധാരണ ചിന്തിക്കുക എന്നുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. ഈഗോ ക്ലാഷ് എന്ന് പറയുന്ന സംഭവമാണ്. ഈഗോയാണ് അവർ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ ഞാൻ മേയറാണെന്നും MLA ആണെന്നും അറിയാത്തതും കൊച്ചു കുഞ്ഞിന് വരെ അറിയാമെന്നല്ലേ പോലീസുകാർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈഗോ ക്ലാഷാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അവരെ ഒന്നും മൈൻഡ് ചെയ്തില്ല, അവരുടെ വണ്ടി കയറ്റി വിട്ടില്ല, അതാണോ? അവരെ മൈൻഡ് ചെയ്യാൻ അവർ ഒഫീഷ്യൽ വണ്ടിയിലല്ല. പിന്നെ അവർ ഒരു ID കാർഡോ അല്ലെങ്കിൽ നെറ്റിയിൽ എഴുതിയിട്ടില്ല ഞാൻ മേയറാണെന്നും MLA ആണെന്നും. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്താണ് യദു ഉദ്ദേശിക്കുന്നത്? പുറത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ, പല രാഷ്ട്രീയക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടല്ലോ. ഇനി എന്താണ് അടുത്ത പ്ലാൻ? അത് സപ്പോർട്ട് ചെയ്യണതിനെക്കാട്ടിയും അവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ ആളുള്ളൂ. എനിക്ക് സപ്പോർട്ടിനെ കാട്ടി അവർ സ്ത്രീ സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ട് ഘോര അവരെ ആംഗ്യം കാണിച്ചു, അത് കാണിച്ചു, നേരത്തെ അവന് അങ്ങനെ കേസുണ്ട് ഇങ്ങനെ കേസുണ്ടെന്ന് പറയണമല്ലാതെ ന്യായമായിട്ട് പറഞ്ഞ സന്തോഷം ഉണ്ടായേനെ. എന്നെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ പറയുന്ന ആൾക്കാർ ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് തിരക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിലെ അവരെന്തെല്ലാം ചെയ്ത് കാണും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കാണും, എന്തെല്ലാം ചെയ്ത് കാണും. എല്ലാവരും നല്ല ആൾക്കാരാണോ? ഇപ്പോൾ ഇതൊരു താൽക്കാലിക ജോലിയാണ്. ഒരുപക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർ എത്ര പേര് കാണും?
തീർച്ചയായും യദുവിന്റെ മനസ്സിലാവുന്നു, ആ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? കാരണം യദുവിന് ഒരു കുടുംബമുണ്ട്, ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊരു താൽക്കാലിക ജോലിയാണ്, ആഭ്യന്തര അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം അല്ലെങ്കിൽ കുറേ നാളുകളൊക്കെ ഇങ്ങനെ പോകാൻ സാധ്യതയില്ലേ? എന്താണ് ഇനി അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മറ്റൊരു ജോലിക്ക് കയറുകയാണോ? ഉണ്ട്. ഉം, മറ്റൊരു ജോലിക്ക് പ്രൈവറ്റ് ബസ്സിലായാലും ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് ഇനി ഇതിനൊരു തീരുമാനം ഇല്ലാതെ ജോലിക്ക് കയറുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഒളിച്ചോട്ടമാവും. അതൊന്നുമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒളിച്ചോട്ടത്തിന് തയ്യാറല്ല. ഓക്കെ. അവർ ഓരോന്നായിട്ട് നശിപ്പിച്ചാലും ദൈവത്തിൻ്റെ ഒരു കൈ എവിടെയെങ്കിലും കാണും. ആ ബസ്സിലുണ്ടായിരുന്നല്ലോ യാത്രക്കാരൊക്കെ, റിസർവ് ചെയ്ത യാത്രക്കാരല്ലേ, അവരാരെങ്കിലും ഒക്കെ മുന്നോട്ട് വരും യദു. ആ, അതിലാരെങ്കിലും ഒരാളെങ്കിലും വരും, അത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ യദു, അപ്പോൾ പോരാട്ടം തുടരെ. എല്ലാ തൊഴിലാളി ആൾക്കാർ നീതിക്കായി കാണുമല്ലോ. പോരാടുകയാണ്.